അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് സജദ ദിവസവും പാരായണം ചെയ്താൽ ആഖിറത്തിൽ അവനെ രക്ഷപ്പെടുത്താൻ വേറെ ആരും വേണ്ട, ആ സൂറത്ത് മതി. ആ സൂറത്ത് അവനെ മഹ്ശറയിൽ രക്ഷപ്പെടുത്തും, ആഖിറത്തിൽ നരകത്തിൽ വീഴുന്നതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുള്ള അതിമഹത്തായ സൂറത്താണ് സൂറത്ത് സജദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് സജദ രാത്രി പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അബു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം, അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ സൂറത്ത സജദതി ഫീ കുല്ലിൽ ലൈലത്തി ജുമാഅത്തിൻ, വെള്ളിയാഴ്ച രാത്രി മാത്രമായിട്ട് ഓതിയാൽ പോലും അഅതാഹുല്ലാഹു കിതാബഹു ബിയമീനിഹി, ആഖിറത്തിൽ അവൻ്റെ വലത്തേ കയ്യിൽ കിതാബ് കിട്ടാൻ ആ സൂറത്ത് സഹായിക്കും. വലം യുഹാസിബുഹു ബിമാ കാന മിൻഹു, അവനിൽ നിന്ന് സംഭവിച്ച തെറ്റുകളൊന്നും ഹിസാബ് എടുക്കില്ല. അള്ളാഹുവിൽ നിന്ന് വലിയ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹിനെ പേടിക്കാതെ റഹ്മാനല്ലേ റഹീമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ തെറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഹിസാബ് വരുന്ന ദിവസം എന്തായിരിക്കും അവസ്ഥ? ആ ഹിസാബിൽ നിന്ന് രക്ഷപ്പെടുമോ എന്ന് നമുക്ക് വല്ല അറിവുമുണ്ടോ? എന്നാൽ ഈ സൂറത്ത് ഓതുന്നവർക്ക് അതും പ്രതീക്ഷിക്കാം, ഹിസാബ് ഉണ്ടാവില്ല. وكان من رفقاء محمد وأهل بيته عليه السلام, അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടുകാരുടെ പട്ടികയിലായിരിക്കും, കൂട്ടുകാരുടെ കൂട്ടത്തിലായിരിക്കും. വാഹ്ലി ബൈത്തിഹി, അവിടുത്തെ കുടുംബത്തിൻ്റെ സ്നേഹിച്ച ആളുകളുടെ കുടുംബക്കാരുടെ കൂട്ടത്തിലായിരിക്കും. അവന് വലിയ വിജയമായിരിക്കും. വെള്ളിയാഴ്ച രാത്രിയിൽ ഒരാൾ സജദ സൂറത്ത് ഓതിയാൽ, ദിവസവും ഓതിയാലുള്ള ഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖറഅ ആദിഹി സൂറ, ഈ സജദ സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ, രാത്രി പാരായണം ചെയ്താൽ, ഫകഅന്നമ അഹ്യാ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്റിൻ്റെ അന്ന് രാത്രി ഇബാദത്തിൽ മുഴുകിയ പോലുള്ള കൂലി അള്ളാഹു അവന് നൽകും. വമൻ കതബഹ വജഅലഹ അലൈഹി അമിന മിനൽ ഹുമ്മാ, ഒരാൾ അതിനെ എഴുതി ഉറുക്കാക്കി കെട്ടുകയോ, വജഅലഹ അലൈഹി അമിന മിനൽ ഹുമ്മാ, എഴുതിയിട്ട് അവനെ അത് ചുമന്നാൽ പനി ബാധിക്കുകയില്ല. പനി പോലുള്ള വലിയ വലിയ രോഗങ്ങൾ, വലിയ പനിയൊക്കെ വരുമല്ലോ, പകർച്ചവ്യാധികൾ, അതുപോലും ബാധിക്കില്ല. വജഅർ റഅസി, തലക്ക് സ്ട്രോക്ക് ബാധിക്കില്ല, തലവേദന വരില്ല. വജഅൽ മഫാസിലി, അവൻ്റെ കെണിപ്പുകളുടെ വേദന, മുട്ടുവേദന, കാലുവേദന, നടുവേദന, ഇടുപ്പ് വേദന, നെഞ്ചുവേദന തുടങ്ങിയ ഓരോരോ കെണിപ്പുകളിലുണ്ടാകുന്ന വേദനകളുണ്ടല്ലോ, സ്ട്രോക്ക് വന്നിട്ടോ മറ്റോ ഞരമ്പ് കട്ട കെട്ടിയിട്ടോ ഏതെങ്കിലും നിലക്ക് ബ്ലോക്കായിട്ടോ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഓരോ കെണിപ്പുകളിലൊക്കെയുള്ള വേദനകൾ, ഇതില്ലാതാകാൻ ഒരാളതിനെ എഴുതി കുടിക്കുകയോ എഴുതി കെട്ടുകയോ ചെയ്താൽ ഫലം കിട്ടുമെന്നാണ്. അത്രക്ക് മഹത്വം ആ സൂറത്തിനുണ്ട്, സൂറത്ത് സജദ. ഒരു ഹദീസിൽ കാണാം, മൻ കതബഹ വഅല്ലഖഹ അലൈഹി, ഒരാൾ എഴുതി അതിനെ ഉറുക്കാക്കി കെട്ടിയാൽ, കൂടുതലാക്കിയിട്ട് ഒരു അരയിൽ ഇങ്ങനെ കെട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, ഈ ഉറുക്ക് കൂടുതലാക്കി കെട്ടുക, ഏലസിലാക്കി കെട്ടുക, അങ്ങനെ കെട്ടിയാൽ അമിന മിനൽ വജഇ വൽ ഹുമ്മ വൽ മഫാസിലി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലവേദനയിൽ നിന്ന്, പനിയിൽ നിന്ന്, കെണിപ്പ് വേദനകളിൽ നിന്ന്, ഓരോ സന്ത് വേദനകളിൽ നിന്നെല്ലാം അള്ളാഹു അഭയം നൽകും. ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ കതബ അല്ലഖാലി മിനൽ ഹുമ്മ ശരിബ മാ അഹ്സാല അൻഹു സൈഖ് വൽ മുസല്ലസ, എഴുതി കുടിച്ചാലും ഫലങ്ങളുണ്ട് എന്ന് മഹാൻ പറയുന്നുണ്ട്. അപ്പോൾ എഴുതി കുടിക്കുകയും ചെയ്യാം, അതിനാണ് ഈ വാക്ക് ഞാൻ ഉദ്ധരിച്ചത്. അപ്പോൾ എഴുതുകയും ചെയ്യാം, എഴുതി കുടിക്കുകയും ചെയ്താൽ വെള്ളത്തിൽ മന്ത്രിച്ചൂതി കുടിക്കാം. ഒരാൾ വീട്ടിൽ അതിനെ എഴുതി വെച്ചാലും ഫലമുണ്ട്. അവന് അള്ളാഹു ആ കൊല്ലം അവന് ആ വീട്ടിൽ എഴുതി വെച്ച ആ വീട്ടിൽ അള്ളാഹു അവന് എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നൽകുമെന്ന് പറയുന്നു. സൂറത്ത് സജദ ആഖിറത്തിൽ നമ്മെ ഷഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്താനുള്ള സൂറത്താണ് സൂറത്ത് സജദ. ഇത് കേൾക്കുന്ന ആളുകൾ ഇന്നു മുതൽ ഓതാൻ ആരംഭിക്കുക.
ഒരുപാട് മന്ത്രങ്ങളും തന്ത്രങ്ങളും വേദങ്ങളും ഒക്കെ നമ്മൾ തേടിപ്പോകാറുണ്ട്. എല്ലാറ്റിനും മരുന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. നിന്റെ ജീവിതത്തിലെ പ്രയാസം ആഖിറത്തിലെ ഘട്ടങ്ങളിലെ വിജയത്തിനും ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാനും മറ്റു രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനും വലിയ വലിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ ശരീരത്തിനൊക്കെ വരാതിരിക്കാനുമുള്ള വലിയ മന്ത്രം ദേ നിന്റെ കയ്യിൽ തന്നെയുണ്ട്. സൂറത്ത് സജദ രാത്രി പാരായണം ചെയ്യുക. ആ പാരായണം തന്നെ മതി. പാരായണം ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അവിടെ വെക്കുക, അതിലൂതി കുടിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.